ഹായ് ഓൾ. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ആർമി ജിഡിന്റെ തേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേർ വാസ് എക്സസൈസ് അഗ്നിവർഷ 2026 കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ ആർമി? ഇന്ത്യൻ ആർമിയുടെ എക്സസൈസ് അഗ്നിവർഷ എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള രാജസ്ഥാനാണ് ആൻസർ. രാജസ്ഥാനിലാണ് 2026 എക്സസൈസ് അഗ്നിവർഷ നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ അഗ്നിവർഷ? ഇന്ത്യന്റെ ഒരു ജോയിന്റ് ഫയർ പവർ ആൻഡ് ഇന്റഗ്രേറ്റഡ് വാർഫെയർ എക്സസൈസ് ആയിരുന്നു എക്സസൈസ് അഗ്നിവർഷ എന്നറിയപ്പെടുന്നത്. രാജസ്ഥാനിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആൻഡ് വെൻ ഡിഡ് മഹാത്മാഗാന്ധി ഫസ്റ്റ് യൂസ് ഹിസ് മെത്തേഡ് ഓഫ് ഹങ്കർ സ്ട്രൈക്ക്? അപ്പൊ മഹാത്മാഗാന്ധി കുറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, സത്യാഗ്രഹ, അതേപോലെ നോൺ കോപ്പറേഷൻ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിന്റെ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് എവിടെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. അഹമ്മദാബാദ് സ്ട്രൈക്ക്, റൗലറ്റ് സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ബർദോളി സത്യാഗ്രഹ. ഇതിൽ ഓപ്ഷൻ എ ആയിട്ടുള്ള അഹമ്മദാബാദ് സ്ട്രൈക്ക് 1980 ഗാന്ധി ഹങ്കർ സ്ട്രൈക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു അഹമ്മദാബാദിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ വർക്കേഴ്സ് വേജസിൽ ഇൻക്രീസ് ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷേ കമ്പനി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഗാന്ധി ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആയിരുന്നു. മിൽ ഓണേഴ്സ് ഇവരുടെ കണ്ടീഷൻസിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഹങ്കർ സ്ട്രൈക്ക് നടക്കുന്നത്. ഇപ്പൊ എവിടെ നടക്കുന്നത്? അഹമ്മദാബാദിലാണ്. 1980 അഹമ്മദാബാദ് സ്ട്രൈക്ക് നടക്കുന്നത്. ഇവിടെയാണ് ഗാന്ധി തന്റെ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് യൂസ് ചെയ്യുന്നത്. Next question. Who was the president of INC in Calcutta session 1906? അപ്പൊ 1906 കൽക്കട്ട സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ബിപിൻ ചന്ദ്രപാൽ, റാഷ് ബിഹാരി ബോസ്. ഇതിൽ ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ് ആൻസർ. ഇപ്പൊ കൽക്കട്ട സെഷൻ 1906 പ്രസിഡന്റ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇനി കൽക്കട്ട സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വരാജ് എന്നുള്ള ടേം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സെഷൻ 1906 കൽക്കട്ട സെഷനിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്വരാജ് എന്നുള്ള ടേം കൊണ്ടുവരുന്നത്. ദാദാഭായ് നവറോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് ദാദാഭായ് നവറോജിനെ അറിയപ്പെടുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. ദാദാഭായ് നവറോജിനെ അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതുപോലെ സ്വരാജ് എന്നത് നമ്മളുടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഗോളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് 1906 കൽക്കട്ട സെഷനിലുമാണ്. ഇത്രയും കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്തു വെക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ റോക്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മാഗ്മ. മാഗ്മയുടെ കൂളിംഗ് വഴി ഉണ്ടാവുന്ന റോക്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം, നമ്മൾ മെയിൻലി 3 റോക്സ് ആണ് പഠിക്കുന്നത്. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. അതിൽ ഏത് റോക്സ് ആണ് മാഗ്മ കൂൾ ചെയ്ത് വഴി ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഗ്നിയസ് റോക്സ് ആണ് മാഗ്മ കൂളായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ രണ്ട് ടൈപ്പ് ഇഗ്നിയസ് റോക്സ് ഉണ്ട്. പുറത്തേക്ക് വരുന്നതാണെങ്കിൽ എക്സ്ട്രൂസീവും, ഉള്ളിൽ ഫോം ചെയ്യുന്നതാണെങ്കിൽ ഇൻട്രൂസീവും. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഇഗ്നിയസ് റോക്സ് ആണ് മാഗ്മയുടെ കൂൾ വഴി ഉണ്ടാവുന്ന റോക്ക് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോറസ്റ്റ് വിച്ച് ആക്ട് ആസ് ബാരിയർ അഗെയിൻസ്റ്റ് സൈക്ലോൺസ്. സൈക്ലോൺസിനൊക്കെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൽപൈൻ ഫോറസ്റ്റ്, മാംഗ്രൂവ് ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ്, മൺസൂൺ ഫോറസ്റ്റ്. നമുക്കറിയാം മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് സൈക്ലോണിനൊക്കെ എതിരായിട്ട് നമുക്ക് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫിഗറിൽ കണ്ടറിയാം, മാംഗ്രൂവ് ഇല്ലാത്തൊരു കണ്ടീഷനും മാംഗ്രൂവ് ഉള്ള ഒരു കണ്ടീഷനും. അപ്പൊ മാംഗ്രൂവ് ഇല്ലാത്ത കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് എഫക്റ്റഡ് കോസ്റ്റ് നോക്കും, ഇവിടെ പെട്ടെന്ന് തന്നെ എഫക്ട് ചെയ്യും. പക്ഷെ മാംഗ്രൂവ് ഉള്ളതാണെങ്കിൽ ഇത്രയും ഏരിയ കഴിഞ്ഞിട്ടുള്ളൂ, ഇതൊരു പ്രൊട്ടക്റ്റഡ് കോസ്റ്റ് ആണ്. അപ്പോ ആ മാംഗ്രൂവ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇതിൽ മനസ്സിലാവാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സിറ്റി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് അളകനന്ദ ആൻഡ് ഭാഗീരഥി റിവേഴ്സ്? അളകനന്ദന്റെയും ഭാഗീരഥി റിവേഴ്സും കൂടി ചേരുന്ന സ്ഥലത്തുള്ള സിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: പ്രയാഗ്രാജ്, കനൌജ്, ദേവപ്രയാഗ്, കർണപ്രയാഗ്. ഏതാണ് ആൻസർ വരുന്നത്? ദേവപ്രയാഗാണ് ആൻസർ വരുന്നത്. ഭാഗീരഥിയും, ഈ ഫിഗർ നോക്കൂ, അളകനന്ദ ഇങ്ങനെ ഒഴുകി വരുന്നു, ഇവിടെ ഭാഗീരഥി മീറ്റ് ചെയ്യുന്നത്. ഈ പ്ലേസിനെ നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ദേവപ്രയാഗ്. അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 5 പ്രയാഗുകളുണ്ട്. ഏതൊക്കെയാണ്? രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. അപ്പൊ ഇത്രയും പ്രയാഗിന്റെ പേരുകൾ ഓർത്തു വെക്കണം. ഏത് റിവറുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ഈ പ്രയാഗ് ഉണ്ടാവുന്നതെന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ദേവപ്രയാഗ് ആയിരുന്നു. അളകനന്ദയും ഭാഗീരഥിയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്തറിയപ്പെടുന്നത്? ദേവപ്രയാഗ് എന്ന് അറിയപ്പെടുന്നത്. ഈ പഞ്ചപ്രയാഗിന്റെ 5 പ്രയാഗും ഏതൊക്കെ റിവേഴ്സ് ആണ് കോൺഫ്ലുവൻസ് ചെയ്യുന്നുള്ളതും എക്സാമിന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് റിവർ ഇൻഡസ്? റിവർ ഇൻഡസിന്റെ
ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ജേലം, ചെനാബ്, സത്ലജ്, ബിയാസ്. അപ്പൊ നമുക്കറിയാം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ഇതൊക്കെ. ഈ ബിയാസ്, സത്ലജ്, ചെനാബ്, ജേലം. ഇതിൽ ലോങ്സ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള സത്ലജ് ആണ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി. നമ്മൾ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ചോദിക്കുകയാണെങ്കിലോ, ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ചെനാബ് റിവർ ആണ്. അപ്പൊ ചെനാബ് റിവർ ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇന്ത്യസ് റിവർ ഡിഫൈൻഡ് ബൈ ഇസ് വാട്ടർ വോളിയം ആൻഡ് ഹൈഡ്രോളജിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ രണ്ട് ട്രിബ്യൂട്ടറി ചോദിക്കാം. ലോങ്സ്റ്റ് ആണെങ്കിൽ സത്ലജ് ആണ് ആൻസർ, ലാർജസ്റ്റ് ആണെങ്കിൽ ചെനാബ് റിവർ ആണ് ആൻസർ. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇലക്ഷൻ ഈസ് നോട്ട് കണ്ടക്ടഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ? ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യാത്ത ഇലക്ഷൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ലോക്സഭ, രാജ്യസഭ, പ്രസിഡൻസ് ഇലക്ഷൻ, ലോക്കൽ ബോഡീസ്. നമ്മൾ ഇന്ത്യയിലെ ഇലക്ഷൻസ് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. പക്ഷെ സ്റ്റേറ്റ്സ് ഇലക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ആരും നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസും ഉണ്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻസ് നടത്തുന്ന ഇലക്ഷൻസ് ഏതൊക്കെ നമുക്ക് അത് നോക്കാം. ഏതൊക്കെയാണ്? ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ ഇലക്ഷൻസും അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇത്രയും ഇലക്ഷൻസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ലോക്കൽ ബോഡീസ്, ഓരോ സ്റ്റേറ്റിലെയും ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണ് ആര് നടത്തുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, കോർപ്പറേഷൻസ്, ഇതിന്റെ ഇലക്ഷൻസ് ആണ് ആര് നടത്തുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് ഏതാ ആൻസർ വരിക? ലോക്കൽ ബോഡി ഇലക്ഷൻസ്. ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഓപ്ഷൻ മാർക്ക് ചെയ്ത് തെറ്റുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നയൻത് ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് fought in. ബാറ്റിൽ ഓഫ് പ്ലാസിന്റെ ഇയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇയർ? 1757, 1761, 1857, 1748. ഇതിലെ 1757 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1757ലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്ന ഇയർ ഏതാണ്? 1764. ബാറ്റിൽ ഓഫ് പ്ലാസി ആണെങ്കിൽ 1757, ബാറ്റിൽ ഓഫ് ബക്സർ ആണെങ്കിലോ 1764. ഈ രണ്ട് ഇയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഇയേഴ്സ് ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഈസ് കോൾഡ് ദ സോറോ ഓഫ് ബീഹാർ? സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന റിവർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഗംഗ, കോസി, യമുന, സൺ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആയിട്ടുള്ള കോസി റിവർ ആണ് എന്തറിയപ്പെടുന്നത്? സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടാൻ കാരണം? ഈ കോസി റിവർ എന്നറിയപ്പെടുന്ന റിവർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് തന്നെ ഫ്ലഡ് ഉണ്ടാവാനും അവിടുത്തെ ക്രോപ്സിനെയും വില്ലേജസിനെയും ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വളരെയധികം ഡാമേജ് ചെയ്യാറുണ്ട് അവിടുത്തെ ഫ്ലഡ് വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇതിന് സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി അയൺ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രി, വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്, രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള, സോറി ഇതിൽ ഓപ്ഷൻ എഴുതുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ വല്ലഭായ് പട്ടേലിനെയാണ് എന്തറിയപ്പെടുന്നത്? അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ട് എക്സ്ട്രാ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. വേൾഡിലെ തന്നെ ടോളസ്റ്റ് സ്റ്റാറ്റ്യൂ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗുജറാത്തിലാണ് ഈ സ്റ്റാറ്റ്യൂ വരുന്നത്. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് സ്റ്റാറ്റ്യൂ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ്. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ മാർക്ക് ചെയ്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ. ഇന്ത്യയുടെ നാഷണൽ ആന്തം ഏത് ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒറിജിനലി. ഓപ്ഷൻസ് ഹിന്ദി, ബംഗാളി, സാൻസ്ക്രിറ്റ്, ഉറുദു. ഏത് ലാംഗ്വേജിലാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ബംഗാളി ലാംഗ്വേജിലാണ് നാഷണൽ ആന്തം ജനഗണമന എഴുതിയിട്ടുള്ളത്. ഇനി ആരാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളാണ്. 27th December 1911 കൽക്കട്ട സെഷനിലാണ് ഫസ്റ്റ് നമ്മൾ എന്ത് പാടുന്നത്? ജനഗണമന ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പാടുന്നത്
December 1911 കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് പാടുന്നത്. ഇനി എന്നാണ് നമ്മൾ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? 24 ജാനുവരി 1950 നമ്മൾ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്യുന്നത്. 24 ജാനുവരി 1950. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്നാണ് അഡോപ്റ്റ് ചെയ്തത്, എവിടെയാണ് ഫസ്റ്റ് പാടുന്നത്, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ എഴുതപ്പെട്ടുള്ളത്? ബംഗാളി ലാംഗ്വേജ് ആണ്. ഇനി ആരാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ ആന്തവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 13th ക്വസ്റ്റ്യൻ ആണ്, ഹു ഫൗണ്ടഡ് ആര്യ സമാജ്? ആര്യ സമാജ് ഫൗണ്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ പരമഹംസ. ഇതിൽ ഓപ്ഷൻ സി ആയിട്ടുള്ള ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആര്യ സമാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഒരു തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാക്ക് ടു വേദാസ്, ഗോ ബാക്ക് ടു വേദാസ്. നമ്മുടെ പണ്ടത്തെ വേദിക് കൾച്ചറിനെ കുറച്ചും കൂടി ഒരു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിഫോം മൂവ്മെന്റ് ആണ് ഈ ആര്യ സമാജ് എന്ന് അറിയപ്പെടുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു ഇതിന്റെ മേജർ ലീഡർ എന്ന് പറയുന്നത്. അതിൽ ഫൗണ്ട് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. വേദിക് നോളജ് ആൻഡ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്, കാസ്റ്റ് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് സൊസൈറ്റി, ഇത്രയും കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ മാപ്പിൽ നോക്കൂ, ഇത്രയാണ് നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ് വരുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ നമ്മളുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻ സി ഗുജറാത്താണ് ആൻസർ. ഗുജറാത്തിന് ഇത്രയും പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ളത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലാംഗ്വേജ് ഓഫ് വിച്ച് ഓഫ് ദി ലാംഗ്വേജ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ പഠിച്ചു നമ്മുടെ ഷെഡ്യൂൾസിലെ 8th ഷെഡ്യൂളാണ് നമ്മൾ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ 8th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്യാത്ത ലാംഗ്വേജ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് ആൻസർ. അപ്പൊ നമ്മുടെ 8th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തം 22 ലാംഗ്വേജ് ആണ് 8th ഷെഡ്യൂളിൽ പറയുന്നത്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, അങ്ങനെ മൊത്തം 22 ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ മെൻഷൻ ചെയ്യാത്ത ലാംഗ്വേജ് ഒന്നേ ഉള്ളൂ, ഇംഗ്ലീഷ് ആണ് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 15 GK ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും നല്ലപോലെ റെഫർ ചെയ്യുക. അതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, നമ്മുടെ ഇന്ത്യൻ ആർമിന്റെ ജനറൽ ഡ്യൂട്ടി GDന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 3 ആണ്. സയൻസ് പാർട്ടിന്റെ 3ാമത്തെ ഭാഗമാണ് നോക്കുന്നത്. സയൻസ് പാർട്ടിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 16 തൊട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ വരെ സയൻസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സയൻസിലെ. ഓക്കെ, ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സോഡിയം ബൈകാർബണേറ്റ്? സോഡിയം ബൈകാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ സോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ഓർത്ത് വെക്കണം? എന്നെ ഓർത്ത് വെക്കണം. ഇതിൽ എന്നെ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് NaCl ഉണ്ട്, Na2CO3 ഉണ്ട്, NaHCO3 ഉണ്ട്, NaOH ഉണ്ട്. പിന്നുള്ളത് ബൈകാർബണേറ്റ്. കാർബണേറ്റിനെ ആലോചിക്കുക. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3 ആണ് ഉള്ളത്. അപ്പം NaCO3 വരുന്നത് ഇപ്പം Na2CO3 ഉണ്ട്. അത് സോഡിയം കാർബണേറ്റ് ആണ്. അപ്പം സോഡിയം കാർബണേറ്റ് അല്ല. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ഒരിക്കലും NaCl അല്ല. NaOH എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ അതും അല്ല. പിന്നെ ഏതേ ഉള്ളൂ? സോഡിയം ബൈകാർബണേറ്റ്. ഏതാണ്? NaHCO3 ആണ് വരുന്നത്. സോഡിയത്തിന്റെ Na ബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ Hനെ ആലോചിക്കുക. കാർബണേറ്റ് NaHCO3 എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം കാർബണേറ്റ്. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഏതാ? NaHCO3 ആണ്. ഓക്കെ അല്ലേ? 17ാമത്തെ ചോദ്യമാണ്, വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാന്നാണ് ചോദ്യം. ഫ്ലൂറിൻ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ആണോ, ഹൈഡ്രജൻ ആണോ? അപ്പൊ നമുക്കറിയാം, പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ ഏതാണ്ട് ഒരു ഷേപ്പ് ഞാൻ വരച്ചതേ ഉള്ളൂ. പീരിയോഡിക് ടേബിളിന് ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ വരുന്നത്. ഈ പീരിയോഡിക് ടേബിളില് ഈ അറ്റത്ത് വരുന്നത് ഇവർക്കാണ് ഏറ്റവും ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അത് ഇതിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആണ്.
ആർക്കാണ്? ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നത്, പിന്നെ ഓക്സിജൻ ആണ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏതാണ്? ഫ്ലൂറിനാണ്. 18ാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ടേൺസ് ലൈം വാട്ടർ ഇൻടു മിൽക്കി? അതായത് തന്നിരിക്കുന്ന ലൈം വാട്ടറിനെ എന്താക്കി മാറ്റുന്നു? മിൽക്കി ആയിട്ട് മാറ്റുന്ന ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റുന്നത്, 1 സെക്കൻഡ്, വാട്ടർ സ്പെല്ലിംഗ് തെറ്റി, ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗ്യാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. ഒരിക്കലും ഹൈഡ്രജനോ ഓക്സിജനോ കാർബൺ മോണോക്സൈഡിനോ ലൈം വാട്ടറിനെ എന്താക്കി മാറ്റാൻ പറ്റില്ല? മിൽക്കി ആക്കി മാറ്റാൻ പറ്റില്ല. ഈ ലൈം വാട്ടർ എന്ന് പറയുന്നത് മക്കളെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ നാരങ്ങ വെള്ളം എന്നൊന്നും വിചാരിക്കരുത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ. ഇതിലോട്ട് കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എന്തായി മാറും? മിൽക്കി കളറായി മാറും, പാലിന്റെ നിറമായി മാറും. അതാണ് ടേൺസ് മിൽക്കി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പാലിന്റെ നിറമായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ പാസ് ചെയ്ത ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. ഹൈഡ്രജനോ ഓക്സിജനോ കാർബൺ മോണോക്സൈഡിനോ ടേൺസ് ഇട്ട് മിൽക്കി ആക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം, ഹൗ മെനി ഐസോടോപ്സ് ഡസ് ഹൈഡ്രജൻ ഹാവ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ അറ്റോമിക് നമ്പർ പക്ഷേ ഡിഫറെന്റ് മാസ് നമ്പറിനുള്ളതിനെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ നമുക്കറിയാം അല്ലെ, എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ എന്താണ്? 1 ആണ് ഹൈഡ്രജൻ്റെത്. നമ്മൾ നോർമലി പറയാ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. പക്ഷെ ചില കേസിൽ ഹൈഡ്രജന് H111, H12 ഉണ്ട്, H13 ഉണ്ട്, ഇങ്ങനെയും പറയും. അപ്പൊ ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്, സെക്കൻഡ് വൺ ഇത്, തേർഡ് വൺ. അപ്പൊ ഫസ്റ്റ് വണ്ണിനെ വിളിക്കുന്ന പേര് പ്രോട്ടിയം. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ട്രീഷ്യം എന്ന് പറയുമ്പോൾ ട്രൈ 3 എന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടെ മാസ് നമ്പർ 3 ആയിരിക്കും. അപ്പൊ സെയിം അറ്റോമിക് നമ്പർ ഏതാണ്? സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ ഇതാണ് അറ്റോമിക് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ, പക്ഷെ എന്താണ്? ഡിഫറെന്റ് മാസ് നമ്പർ. മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആണ്. ഇതിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈഡ്രജന് എത്ര ഐസോടോപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഐസോടോപ്പ് ആണ്. ആ 3 ഐസോടോപ്പിന്റെയും പേര് കൃത്യം പഠിക്കുക, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഓക്കെ അല്ലേ? അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് കോൾ കണ്ടെയ്ൻസ് ഹയസ്റ്റ് കാർബൺ കണ്ടന്റ്? ഹയസ്റ്റ് കാർബൺ കണ്ടന്റ് ഉള്ള കോൾ ഏതാന്നുള്ളത്. കോൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കൽക്കരി. അത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഓർത്ത് വെക്കുക, ഒരു ഓർഡർ ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. പീറ്റ് കഴിഞ്ഞാൽ ലിഗ്നൈറ്റ് കഴിഞ്ഞാൽ ബിറ്റുമിനസ്, പിന്നെയാണ് ആന്ത്രസൈറ്റ്. ഞാൻ ഈ ഓർഡർ എന്താ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? പീറ്റിനാണ്. ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത് ആർക്കാണ്? ആന്ത്രസൈറ്റിനാണ്. ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. പീറ്റിനാണ് ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റും ആന്ത്രസൈറ്റിനാണ് ഏറ്റവും കൂടുതലുള്ളത്. പീറ്റിന് ഏറ്റവും കുറവ്. ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഈ ഒരു ഓർഡറിലാണ്. ഇവിടെ ബിറ്റുമിനസിന് നേരെ കഴിഞ്ഞാൽ ഇതാണ് ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആന്ത്രസൈറ്റിനും കുറവ് പീറ്റിനുമാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക? വിച്ച് ടൈപ്പ് ഓഫ് കോൾ കണ്ടെയ്ൻ ഹയസ്റ്റ് കാർബൺ കണ്ടന്റ്? ഏറ്റവും കൂടുതൽ ഏതിനാണ്? ആന്ത്രസൈറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഏറ്റവും ലോവസ്റ്റ് കാർബൺ കണ്ടന്റ് ആണെങ്കിൽ അത് പീറ്റ് ആണ് വരിക. ലോവസ്റ്റ് ആണെങ്കിൽ അത് പീറ്റിനാണ് വരിക. ഓക്കെ അല്ലേ? അടുത്തത്, ദ ചീഫ് ഓർ ഓഫ് അലൂമിനിയം ഈസ്? അലൂമിനിയത്തിന്റെ ഓർ ഏതാന്നാ ചോദിക്കുന്നത്. എന്തായാലും ഓപ്ഷൻ നോക്കാം. ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, അയേൺ ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്. ഇതില് ഹെമറ്റൈറ്റ് എന്തിന്റെ ഓറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയേണിന്റെ ഓറിനെയാണ് ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അലൂമിനിയത്തിന് അയേണിന്റെ ഓർ വരില്ല. അപ്പൊ ഈ ഓപ്ഷനും തെറ്റാണ്. പിന്നെ ക്രയോലൈറ്റ് ആണ്. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തിനെ വേർതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ക്രയോലൈറ്റ്. അതായത്
ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ, ഇവര് തമ്മിൽ വേർതിരിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ക്രയോലൈറ്റ്. അപ്പൊ അലൂമിനിയത്തിന്റെ ചീഫ് ഓർ ആരാണ്? ബോക്സൈറ്റ്. ഇങ്ങനെ പഠിക്കുക, അലൂമിനിയം ബോക്സിലിട്ടാ വെക്കുന്നേന്ന്. അപ്പൊ അലൂമിനിയം ബോക്സിലിട്ട് വെക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അലൂമിനിയത്തിന്റെ ചീഫ് ഓർ ആരാണ്? ബോക്സൈറ്റ്. അടുത്തത്, ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വാസ് ഗിവൺ ബൈ. നിങ്ങൾക്ക് കുറെ അറിയുണ്ടാവില്ല, ഗ്രാവിറ്റേഷൻ ആരാണ് കണ്ടുപിടിച്ചത്? ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മാർക്കോണി കണ്ടുപിടിച്ചത് ഏതാണ്? മാർക്കോണി റേഡിയോ ആണ് കണ്ടുപിടിച്ചത്. എന്താണ്? റേഡിയോ. മൈക്കൽ ഫാരഡെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റ്, കാന്തവും ഇലക്ട്രിസിറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന ആളാണ് മൈക്കൽ ഫാരഡെ. ഐസക് ന്യൂട്ടൺ ഇപ്പം പറഞ്ഞു ഗ്രാവിറ്റേഷനും ഫോഴ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ജെയിംസ് വാട്ട് എന്താ കണ്ടുപിടിച്ചത്? സ്റ്റീം എഞ്ചിൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത്, എ ഫ്ലൈയിങ് ബേർഡ് പോസസ്. പറക്കുന്ന പക്ഷിയിൽ എന്തൊക്കെയുണ്ട് എന്നാ ചോദിച്ചത്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. അപ്പൊ എന്താ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഒരു സബ്സ്റ്റൻസിലുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. മോഷനിലുള്ളത്, അതായത് ചലിക്കുന്ന ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ ആ വസ്തുവിന് ഒരു എനർജി ഉണ്ടെങ്കിൽ അതെന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ഹൈറ്റിൽ ഒരു വസ്തു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, പറക്കുന്ന പക്ഷിക്ക്, അതായത് ഇപ്പൊ ഇതാണ് ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ട് ആണ്, ഇവിടുന്ന് പക്ഷി പറക്കുന്നുണ്ട്. ഈ പറക്കുന്ന പക്ഷിക്ക് എന്ത് എനർജിയാണ്? ഇത് പറക്കല്ലേ, അത് എന്താണ്? മോഷനിലാണ്. ഇത് പറക്കുമ്പം എന്താണ്? ഇവർക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നൊരു ഹൈറ്റിലല്ലേ ഇവർ നിൽക്കുന്നത്? ഒരു ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എന്ത് എനർജി ഉണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അപ്പൊ കൈനറ്റിക് എനർജി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, ബോത്ത് എ ആൻഡ് ബി തന്നെ കൊടുക്കണം, എന്നാലേ കറക്റ്റ് ആൻസർ വരുള്ളൂ. ഇപ്പൊ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ബി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അടുത്തത്, ഒരു കലോറി ഇസ് ഈക്വൽ ടു എത്ര ജൂൾ എന്നാണ് കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. 1 കലോറി ഇസ് ഈക്വൽ ടു 4.2 ജൂൾ. അത് പിന്നെ വേറെ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? 4.2 ജൂളാണ്, മറക്കരുത്. അടുത്തത്, SI യൂണിറ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ SI യൂണിറ്റ് വീണ്ടും വന്നിരിക്കുകയാണ്. അത് കാണാതെ പഠിക്കുന്ന വേണം. പ്രഷർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ വരുന്നതല്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. മില്ലി സെക്കൻഡ്, സെക്കൻഡ് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റാ. ജൂൾ എന്തിന്റെ യൂണിറ്റാ? പറഞ്ഞ് നമ്മൾ അറിയുന്നതാണ്, വർക്കിന്റെയും എനർജീന്റെയും യൂണിറ്റ് ആണ് ജൂള്. ഹേർട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? അത് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹേർട്സ്. പിന്നെ ഉള്ളത് ആരാണ്? പാസ്കൽ. പാസ്കൽ ഇങ്ങനെ PA ഷോർട്ട് ആയിട്ടാണ് എഴുതുക, PA ഷോർട്ട് ആയിട്ട്. എന്തിന്റെ യൂണിറ്റാ? അതാണ് പ്രഷറിന്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അടുത്തത്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാക്വം. വാക്വത്തിൽ സൗണ്ടിന്റെ സ്പീഡ് എന്താന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 3.4 ഒക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് എന്തിന്റെയോ സ്പീഡ് 3.4 ആണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്പീഡ് ഓഫ് സൗണ്ട് അല്ല, ലൈറ്റ് ആണ്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മുടെ സൗണ്ടിന് എന്താണ്? സൗണ്ടിന് ട്രാവല് ചെയ്യാൻ ഒരു മീഡിയം അത്യാവശ്യമാണ്. ആ മീഡിയം ചിലപ്പം എയർ ആവാം, വാട്ടർ ആവാം, ഗ്യാസ് ആവാം, എന്തെങ്കിലും, അല്ലെങ്കിൽ സോളിഡ് ആവാം. എന്തെങ്കിലും ഒരു മീഡിയത്തിലൂടെ എന്ത് ട്രാവൽ ചെയ്യുള്ളൂ? സൗണ്ട് ട്രാവൽ ചെയ്യുള്ളൂ. ഇവിടെ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോ മീഡിയം, ഇവർക്ക് എന്തില്ല? മീഡിയം ഇല്ല. അപ്പൊ ഇതിന്റെ സ്പീഡ് എത്രയായിരിക്കും? 0. വാക്വത്തില് സൗണ്ടിന്റെ സ്പീഡ് എന്താണ്? 0. അവിടെ സൗണ്ട് ഇല്ല തന്നെ ചിന്തിക്കുക കേട്ടോ. 27. A coin is
എ കോയിൻ ഇൻ വാട്ടർ എപ്പിയേഴ്സ് റേസ്ഡ് ഡ്യൂ ടു, അതായത് നമ്മളൊരു വെള്ളത്തിൽ, ഇവിടെ ചിത്രത്തിൽ കാണാം, ഈ ചിത്രത്തില് വെള്ളത്തില് എന്താണ് കോയിൻ നമ്മൾ വെച്ചു, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അത് എന്തുകൊണ്ടാന്നാ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്കാറ്ററിംഗ് ആണോ, റാരിഫ്രാക്ഷൻ ആണോ, റിഫ്രാക്ഷൻ ആണോ, ഡയഫ്രാക്ഷൻ ആണോ എന്നുള്ളത്. ആദ്യം എന്താ ഉത്തരം ആദ്യം നോക്കാം. എന്താണ്? റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മീഡിയം ഞാൻ വെക്കുകയാണ്. ഇവിടെ ഇപ്പൊ എയർ ആണ്, ഇതിന്റെ താഴെ വാട്ടർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റിന് ഒരു ചെറിയ ബെൻഡിങ് ഉണ്ടാകുന്ന പറഞ്ഞത്. ഇങ്ങനെ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് എന്തെന്ന് പറഞ്ഞത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന മീന് ചിലപ്പം ഇവിടെ ആയിരിക്കും ഒറിജിനൽ മീൻ ഉണ്ടാവുക. നമ്മൾ കാണുമ്പോൾ പക്ഷെ മീൻ കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നാം, അല്ലെ? പോണ്ടിലൊക്കെ നമ്മൾ ഈ ചൂണ്ടയൊക്കെ ഇടാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, നമ്മൾ നോക്കുന്ന സ്ഥലത്തായിരിക്കില്ല മീന്, അതൊന്ന് കുറച്ച് താന്നിട്ടോ പൊന്തിട്ടോ ആയിരിക്കും മീൻ ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ബെൻഡിങ് ഓഫ് ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഇനി ഇവിടെ സ്കാറ്ററിംഗിനെ ആലോചിക്കുക. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതറുന്നതിനെയാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൈ, അതായത് ആകാശം ബ്ലൂ നിറത്തിൽ വരാനുള്ള ഒരു റീസൺ സ്കാറ്ററിംഗ് എന്നാണ് എന്ന് ഓർത്ത് വെക്കുക. ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ബോക്സ്, ഈ ബോക്സിന്റെ നടുക്കൊരു ഹോൾ ഉണ്ടെന്ന് കരുതുക. ലൈറ്റ് ഇതിലേ പോയി ബെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് ഡയഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റാരിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റീജിയനില് കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില മീഡിയത്തില് കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് റാരിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? റിഫ്രാക്ഷൻ ആണ്. അടുത്തത് The rear view mirror used in vehicles. വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന മിറർ, നമ്മൾ നോക്കാൻ ഉപയോഗിക്കുന്ന മിറർ ഏതാന്നാ ചോദിക്കുന്നത്. അത് ഒരുവിധം പേർക്ക് അറിയാം, വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയുന്നതാണ്. ഏത് മിററാണ്? കോൺവെക്സ് മിറർ ആണ്. കാരണം കോൺവെക്സ് മിറർ ആണെങ്കിൽ പുറകിലുള്ള വസ്തുക്കളെ നമുക്ക് അത്യാവശ്യം നന്നായി കാണാൻ പറ്റും. അതാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിലൂടെ പുറകിൽ എത്ര വണ്ടികൾ വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതിനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്, ഭയങ്കര സൂം ചെയ്ത് കാണിക്കുന്ന മിറേഴ്സിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുറകിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട് നോക്കുമ്പോൾ ഒന്ന് മാത്രം നല്ല ബൾജ് ചെയ്ത് കാണുമ്പോൾ അപ്പുറത്തെ വാഹനങ്ങളെ ഒന്നും നമുക്ക് കാണില്ല, അല്ലെ? അപ്പൊ കോൺകേവ് മിറർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ അതിലെന്താണോ ഉള്ളത് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഉത്തരം ഏതായിരിക്കും വരിക? കോൺവെക്സ് മിറർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ. തലാമസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിന്റെ ഏത് ഭാഗത്താണ് തലാമസ് ഉള്ളത്? നമ്മൾ കുറെ പഠിച്ച കാര്യമാണ്, അല്ലെ? തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം, പോൺസ്, മെഡുല ഒബ്ലാങ്കറ്റ, ഇതെല്ലാം നമ്മുടെ ഏത് പാർട്ടിലാണ് ഉള്ളത്? ബ്രെയിനിലാണ് ഉള്ളത്. തലാമസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. തലാമസ് എന്താണ്? റിലേ സ്റ്റേഷൻ എന്നാണ് തലാമസിനെ വിളിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ റിലേ സ്റ്റേഷൻ ആണ് തലാമസ്. പിന്നെ ഹാർട്ട് ഒക്കെ അറിയാലോ, ഹാർട്ട് അറിയാം, ലിവർ അറിയാം, ലങ്സ് അറിയാം. പിന്നെ അപ്പൊ ബ്രെയിനിലാണ് എന്തുള്ളത്? തലാമസ് ഉള്ളത്. 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആസിഡ് ഇസ് ഫൗണ്ട് ഇൻ ആൻഡ് സ്റ്റിങ്? നമുക്ക് ഉറുമ്പിന്, അല്ലെ, ഉറുമ്പ് കുത്തുമ്പോൾ ഒരു പ്രത്യേക ആസിഡ് അത് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉറുമ്പിനെ കൊന്നാൽ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ആസിഡ് മനസ്സിലാവും. ആ ആസിഡ് ഏത് ആസിഡാണ് ചോദിക്കുന്നത്. ഓപ്ഷനിൽ സിട്രിക് ആസിഡ് ഉണ്ട്, അസിറ്റിക് ആസിഡ് ഉണ്ട്, ഫോമിക് ആസിഡ് ഉണ്ട്, ബ്യൂട്രിക് ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡ് നമുക്ക് അറിയാവുന്നതാണ്. ഏതിലാണ് സിട്രിക് ആസിഡ് കാണുന്നത്? ഏത് തരം ഫ്രൂട്ട്സിലാണ്? സിട്രസ് ഫ്രൂട്ട്സിൽ, അല്ലെ? വൈറ്റമിൻ സി അടങ്ങുന്ന സിട്രസ് ഫ്രൂട്ടിലാണ് സിട്രിക് ആസിഡ് ഉള്ളത്. അസിറ്റിക് ആസിഡോ? വിനാഗിരിയിൽ, നമ്മൾ വിനാഗിരിയിൽ കാണപ്പെടുന്നതാണ് അസിറ്റിക് ആസിഡ്. ഇനിയുള്ളത് ബ്യൂട്രിക് ആസിഡ് ആണ്, ഫോമിക് ആസിഡ് ആണ്. ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത്
ബട്ടറിലെല്ലാം കാണപ്പെടുന്ന ആസിഡാണ് ബ്യൂട്രിക് ആസിഡ്. പിന്നെ ഏതേ ഉള്ളൂ? ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് ആണ് എന്തിലുള്ളത്? ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആസിഡിനെയാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഫാദർ ഓഫ് ജെനറ്റിക്സ്. 10ാം ക്ലാസ്സിൽ ബയോളജിയിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നുള്ളത്. നമ്മൾ പീ പ്ലാന്റിന്റെ കുറെ ടോളും ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ടോൾ ഇങ്ങനെയാക്കി ക്രോസ് ചെയ്ത് ഒരു സ്ക്വയർ ഒക്കെ വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതാണ് എന്ത്? ജെനറ്റിക്സ് എന്നുള്ളത്. എന്താ ഈ ജെനറ്റിക്സ്? നമുക്ക് നമ്മൾ പറയില്ലേ, ചില ക്യാരക്ടേഴ്സ്, ഒരു അമ്മേന്റെ അതേ ക്യാരക്ടർ, അമ്മേന്റെ അതേ സ്വഭാവം, അല്ലെങ്കിൽ അച്ഛന്റെ അതേ സ്വഭാവം. ചിലപ്പം പറയാം അച്ഛനും അമ്മയ്ക്കും ഈ സ്വഭാവം ഇല്ലാലോ, പിന്നെ എങ്ങനെയാ ഈ കുട്ടിക്ക് ഈ സ്വഭാവം വന്നത് എന്ന്. അങ്ങനെയൊക്കെ പഠിക്കുന്നത് പാരമ്പര്യവും അതേപോലെ വ്യതിയാനങ്ങളും, ഹെറിഡിറ്റി എന്ന് പറയില്ലേ, പാരമ്പര്യം, വ്യതിയാനത്തിന്റെ വേരിയേഷൻ, ഇതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ്. ആരാ ഇതിന്റെ ജെനറ്റിക്സിന്റെ ഫാദർ ചോദിച്ചാൽ ഗ്രിഗർ മെന്റൽ ആണ്. ഈ ഡാർവിൻ എന്താണ്? ഡാർവിൻ ആരുടെയായിരുന്നു? നമ്മൾ ഡാർവിൻ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എവല്യൂഷൻ, പരിണാമത്തിന്റെ ആണ് ഡാർവിന്റെ സിദ്ധാന്തം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എവല്യൂഷൻ ആണ്. ന്യൂട്ടൺ നമുക്ക് അറിയുന്നതാണ്, ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷൻ ആണ്. ജൊഹാൻസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീന് കണ്ടുപിടിച്ച ആളാണ് ജൊഹാൻസൺ എന്ന് ഓർത്ത് വെക്കുക. ജീന് കണ്ടുപിടിച്ച ആളാണ് ജൊഹാൻസൺ. അല്ലെങ്കിൽ ജീൻ കണ്ടുപിടിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജീൻ ടേം, ആ പേര് കൊണ്ടുവന്ന ആള് നമുക്ക് ജൊഹാൻസൺ, ആ പേര് കൊണ്ടുവന്ന ആളാണ് ജൊഹാൻസൺ. അപ്പൊ ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഗ്രിഗർ മെന്റൽ. ഇത് ജീൻ എന്നുള്ള പേര് കൊണ്ടുവന്നതാണ്, ജീൻ എന്നുള്ള ടേം കൊണ്ടുവന്ന ആളാണ് ജൊഹാൻസൺ. അടുത്തത് നോക്കാം. 32ാമത്തെ ചോദ്യമാണ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ലിവർ ആണോ, പാൻക്രിയാസ് ആണോ, തൈറോയിഡ് ആണോ, ടെസ്റ്റസ് ആണോ? ഇവരെല്ലാം ഗ്ലാൻഡ് ആണ് അല്ലെ. നമുക്ക് എല്ലാം പഠിച്ചാണ്. ലിവറും ഗ്ലാൻഡ് ആണ്, തൈറോയിഡ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, ടെസ്റ്റസ് ഉണ്ട്. ഇതിൽ ലാർജസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിവർ ആണ്. മറക്കരുത്, ലിവർ ആണ്. ബാക്കിയെല്ലാം ഗ്ലാൻഡ് തന്നെയാണ്. ലാർജസ്റ്റ് ഏതാണ്? ലിവർ ആണ്. 33ാമത്തെ ചോദ്യമാണ് ദ സ്വീറ്റ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്. ഫ്രൂട്ടിന്റെ സ്വീറ്റ് ടേസ്റ്റ്, സ്വീറ്റ്നെസ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? റൈബോസ് കൊണ്ടാണോ, സൂക്രോസ് കൊണ്ടാണോ, ഫ്രക്ടോസ് കൊണ്ടാണോ, മാൾട്ടോസിനെ കൊണ്ടാണോ? അപ്പൊ ഇതിൽ നമുക്ക് ഫ്രൂട്ട് എന്ന് കാണുമ്പം ഇവിടെ ഫ്രക്ടോസിന് ഒരു കുത്താൻ ഒരു ഇത് തോന്നും, ആഗ്രഹം തോന്നും. പക്ഷെ ഫ്രക്ടോസ് അല്ല. ഫ്രക്ടോസ് മധുരം കൊടുക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, മധുരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫ്രക്ടോസിനേക്കാൾ കൂടുതൽ ആര് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്രോസ് ആണ് കൊടുക്കുന്നത്. ആരാണ്? സൂക്രോസ്. റൈബോസ് അല്ല. റൈബോസ് നമ്മളെ DNA, RNA ഉള്ളത്. RNA ഇല്ലേ, RNA DNA ആളാണ് റൈബോസ്. സൂക്രോസ് ആണ് നല്ല മധുരത്തിന് കാരണമാക്കുന്നത്. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വേവിച്ച അരി, ചോറ്, ആ ചോറെടുത്ത് ഇങ്ങനെ ചവച്ചു നോക്കുക. അപ്പൊ ഒരു ചെറിയൊരു മധുരം വരും. ഇങ്ങനെ ചവച്ചുകൊണ്ട് അരി മാത്രമായിട്ട്, ചോറ് മാത്രമായിട്ട് ചവയ്ക്കുക. അപ്പൊ ഒരു ചവർപ്പ ചോയ വരും. ആ ടേസ്റ്റിനെയാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു മധുരം വരും, അതാണ് മാൾട്ടോസ്. പക്ഷെ ഫ്രൂട്ട്സിൽ സ്വീറ്റ്നെസ്സിന് കാരണമാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂക്രോസ് ആണ്. 34ാമത്തെ ചോദ്യമാണ് സിക്ക ഇസ് കോസ്ഡ് ഡ്യൂ ടു. സിക്ക എന്നുള്ളത് ഇതിൽ പറഞ്ഞ ഈ അസുഖം ഏത് ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, ആൽഗ ആണോ എന്നാ ചോദിക്കുന്നത്. ഏതാണ്? വൈറസ് കോസിംഗ് ആണ്. ഏതാണ്? വൈറസ് കോസ്ഡ്. കൊറോണ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ്, ഇതെല്ലാം വൈറസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബാക്ടീരിയ കോസ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ്, ഫംഗസ് കോസ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ്, ആൽഗെ അത്രയില്ല, നമ്മൾ പ്രോട്ടോസോവൻസ് എന്നൊക്കെ പറയും, അതൊക്കെ കോസ് ചെയ്യുന്ന ഡിസീസസ്, അത് ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കുക. ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ വൈറസിനെ പഠിക്കുമ്പോൾ സിക്ക വൈറസ്, എബോള വൈറസ്, നമ്മുടെ കൊറോണ വൈറസ്, നിപ്പ വൈറസ്. അപ്പൊ അങ്ങനെ പേര് കൂട്ടി വൈറസിനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ബാക്ടീരിയാസും ഫംഗസ് ആകെ ഒരു 3-4 ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 3-4 കൃത്യമായി പഠിക്കുക. ബാക്ടീരിയ ആണ് കൂടുതൽ വരുന്നത്, അത് കൂടുതലായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 35. ഓർണിത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ്. വീണ്ടും പഠനം അല്ലെ.
പഠനം, ഓളജി പഠനമാണ്. ഓർണിത്തോളജി എന്തിന്റെ പഠനമാണ്? നമ്മളെ ബേർഡ്സിന്റെ പഠനത്തിനെയാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. അപ്പം പഠനങ്ങൾ നമ്മൾ കാർഡിയോളജി, സെസിമോളജി അങ്ങനെ കുറെ ഓളജി അല്ലെങ്കിൽ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. ഈ 35 ക്വസ്റ്റ്യനും നോക്കുക, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുക. ഹായ് എവരി വൺ. ക്വസ്റ്റ്യൻ പേപ്പർ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3-ലെ മാത്സ് പാർട്ട് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 36 മുതൽ 50 വരെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ്? എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഓക്കെ, ഇപ്പോൾ ഈ നാച്ചുറൽ ആദ്യമുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 കേട്ടോ, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിന് നമ്മൾ എന്താ പറയുക? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഫോർമുല n ഇൻറ്റു n+1/2. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സിന്റെയാണ് ചോദിക്കുന്നത്. ആദ്യം ഫസ്റ്റ് എന്തായാലും വേട്ടോ, ഫസ്റ്റ് ആദ്യം മുതലുള്ള എത്ര നമ്പേഴ്സിന്റെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടും. n ഇൻറ്റു n+1. ഇവിടെ എന്താണ്? 20 നാച്ചുറൽ നമ്പേഴ്സിന്റെയാണ് ചോദിക്കുന്നത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. സോ 20 ഇൻറ്റു 20+1/2. 20 ഇൻറ്റു 21/2. 2 20 10 തവണ പോകും. 10 ഇൻറ്റു 21. ഉത്തരം 210 ആണ്. സോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ചോദിക്കുകയാണെങ്കിൽ n ഇൻറ്റു n+1/2 ആണ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ആദ്യത്തെ നമുക്ക് കുറെ ഈവൺ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെ ഒക്കെ ഫോർമുലാസ് തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ n ഇൻറ്റു n+1/2 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. LCM ഓഫ് 15, 25 ആൻഡ് 30. 15ന്റെയും 25ന്റെയും 30ന്റെയും LCM കാണാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 15, 25, 30 പ്രൈം നമ്പേഴ്സ് വെച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ച് ഏതെങ്കിലും നമ്പർ ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റും അല്ലേ? 30ന് ചെയ്യാൻ പറ്റും. സോ 2 കൊണ്ട് ചെയ്യുന്നു. 15 ചെയ്യാൻ പറ്റില്ല, താഴോട്ട് ഇറക്കി എഴുതി. 25നെയും ചെയ്യാൻ പറ്റില്ല, താഴോട്ട് ഇറക്കി എഴുതി. 30ന് ചെയ്യാൻ പറ്റും. എത്രയാവും? 15 ആവും. ഇനി 2 കൊണ്ട് ഏതും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തേതാണ്? അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് ഏതെങ്കിലും നമ്പർ ചെയ്യാൻ പറ്റുമോ നോക്കുക. 2 നമ്പർ ചെയ്യാൻ പറ്റും അല്ലെ? ഇവിടെ 2 15 ഇട്ട് 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാവും? 15 5 ആവും. 25 ചെയ്യാൻ പറ്റില്ല, താഴോട്ട് ഇറക്കി എഴുതി. 15 5 ആവും. ഇനി 3 കൊണ്ട് ഏത് നമ്പർ ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ ഏതാ? 5. 5 വെച്ച് എല്ലാ നമ്പറും ചെയ്യാം അല്ലെ? എത്രയാവും? 1. 25 വെച്ച് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 5 ആവും. പിന്നെ 5 ഡിവൈഡ് ബൈ 5 1. ഇനി 5 ഇവിടെ ബാക്കിയുണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 1 1. സോ എൽസിയം എന്തായിരിക്കും? 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. 2 ഇൻറ്റു 3 6 ആണ്. 6 ഇൻറ്റു 5 30. 30 ഇൻറ്റു 5 150 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 126 ആൻഡ് 90. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലീസ്റ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ LCM ആണ്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് HCF ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, HCF 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ആ 2 മെത്തേഡ് ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. 126ഉം 90ഉം LCM ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ 2 നമ്പറേയും ചെയ്യാൻ പറ്റണം. ഓക്കെ, 2 നമ്പറേയും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 2 കൊണ്ട് 2 നമ്പറേയും ചെയ്യാം അല്ലെ? ചെയ്യുമ്പോൾ 126 എന്ന് പറയുമ്പോൾ 63. 90 എത്രയോ? 45 ആവും. ഇനി ഈ 2 നമ്പറേയും ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് എന്തായാലും പറ്റില്ല. 3 കൊണ്ട് 2 നമ്പറേയും നമുക്ക് ചെയ്യാം അല്ലെ? 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാവും? 21 45 15. ഇനിയും നമുക്ക് നോക്കും 3 കൊണ്ട് 2 നമ്പറേയും ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാവും? 21 7 ആവും. 15 5 ആവും. ഇനി ഈ 2 നമ്പറേയും എന്തായാലും കോമൺ ആയിട്ട് നമുക്ക് ഏത് പ്രൈം നമ്പറിനോട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 5 ഒരു പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പർ. സോ കഴിഞ്ഞു. ഇനി ഈ 2 നമ്പറെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നിർത്തുക. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ LCM ചെയ്തതാണ്. ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് അവസാനം 1 എത്തിക്കണം. എല്ലാം എന്താണ് ഡിവൈഡ് ചെയ്ത് 1 എത്തിച്ചിട്ട് ഏതൊക്കെ നമ്പർ ഉണ്ടോ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് LCM കിട്ടും അല്ലെ? HCF അങ്ങനെയല്ല. HCF കോമൺ ആയിട്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 നമ്പറിനെയും 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്പേഴ്സ് കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ HCF എന്തായിരിക്കും? 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഉത്തരം 18 ആയിരിക്കും. വേറെ മെത്തേഡ് ഉണ്ട്, ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. 126നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു തവണയേ പോവുള്ളൂ.
90, ബാക്കി 36. ഓക്കെ, ഇനി ഈ 36നെ ഈ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കണം. 2 തവണ പോവും. എത്ര വരും? 72 വരും. ബാക്കി 8. പിന്നെ ഈ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 4 തവണ പോകും. 32, 4. അങ്ങനെ ചെയ്ത് പോവാം. ഈ മെത്തേഡ് നമുക്ക് ആവശ്യമില്ല ആക്ച്വലി. HCF ആണ് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആർമി GDക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് മതി. വലിയ വലിയ സംഖ്യകൾ വരികയാണെന്നുണ്ടെങ്കിലാണ് ഡിവിഷൻ മെത്തേഡ് എടുക്കേണ്ടത്. അപ്പൊ അത് വേണ്ട, ഇതന്നെ ചെയ്താൽ മതി കേട്ടോ. ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്താൽ മതി. ഉത്തരം 18. ഹൗ മെനി 2-digit numbers are divisible by both 3 and 5? 2 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര 2 ഡിജിറ്റ് നമ്പറുകളെ 3 കൊണ്ടും 5 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ 3ന്റെയും 5ന്റെയും എൽസിയം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, 3ന്റെയും 5ന്റെയും എൽസിയം നമുക്ക് കണ്ടുപിടിക്കാം. 3, 5 അല്ലെ. 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ് 3 കൊണ്ട് ചെയ്യുന്നു? അത്രയോ 1, 5 ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. താഴോട്ട് ഇറക്കി എഴുതി. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1, 1. സോ എൽസിയം എന്താണ്? എൽസിയം 3 × 5 എത്ര വരും? 15 എൽസിയം വരിക. സോ 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? 15ന്റെ ഗുണനം. എൽസിയം എത്ര വന്ന്? 3ന്റെയും 5ന്റെയും 15 വന്നത് അല്ലെ. അപ്പൊ 15ന്റെ ഗുണന പട്ടികയിൽ കിടക്കുന്ന നമ്പേഴ്സ് മാത്രമേ എന്താണ് 3ഉം 5ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 15ന്റെ ഗുണന പട്ടിക ഏതൊക്കെയാ? 15 × 1 15, പിന്നെ അടുത്ത 15 30, × 3 45, 60, 75, 90, പിന്നെ അടുത്തത് 105 ആണ്. അത് 3 അക്ക നമ്പറായി അല്ലെ. സോ എത്ര 2 അക്ക നമ്പേഴ്സ് ഉണ്ട് 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 1, 2, 3, 4, 5, 6. സോ ഉത്തരം എന്തായിരിക്കും? 6. ഇങ്ങനെ 3ഉം 5ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അല്ലെങ്കിൽ 7ഉം 8ഉം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സിന്റെ എൽസിയം കണ്ടുപിടിക്കുക. ആ 2 നമ്പറിന്റെ എൽസിയം കണ്ടുപിടിച്ചിട്ട് എൽസിയം ഇവിടെ എത്ര കിട്ടി? 15 എൽസിയം കിട്ടില്ലേ. സോ എത്ര നമ്പേഴ്സ് 2 അക്ക നമ്പറിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 15 ഗുണനപ്പട്ടികയിൽ കിടക്കുന്ന നമ്പേഴ്സ് എത്ര ഉണ്ട്? 6 എണ്ണമാണ് ഉള്ളത്. സോ ആൻസർ എന്തായിരിക്കും? 6. ഓക്കെ, ഇനി അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. If the orange were bought at the rate of 5 in ₹1, ഓറഞ്ച് 5 എണ്ണം വാങ്ങുന്നു. എത്ര രൂപയ്ക്ക്? ഇൻ ₹1 എന്ന് പറഞ്ഞു. അപ്പൊ 5 എണ്ണത്തിന്റെ വിലയാണ് എന്ത്? ₹1. ആൻഡ് സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ് 4 in ₹1. 4 എണ്ണം 1 രൂപയ്ക്ക് വിൽക്കുന്നു. 4 എണ്ണം 1 രൂപയ്ക്ക് വിൽക്കുന്നു. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെന്റേജ്? പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര എന്നാണ് ചോദ്യം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രൂപ എന്നുള്ളതിനെ നമുക്ക് പൈസയിലേക്ക് ആക്കാം. അപ്പൊ 5 എണ്ണം കോസ്റ്റ് പ്രൈസ് 100 പൈസക്ക് എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് വാങ്ങുന്നത്. അപ്പൊ ഒന്നിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 100 പൈസക്ക് 5 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 20 പൈസ ആയിരിക്കും അല്ലെ. 20 പൈസയാണ് ഒന്നിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇനി വിൽക്കുന്നതോ? ഓക്കെ, വിൽക്കുന്നത് 4 എണ്ണം 100 പൈസക്ക്, 4 എണ്ണം 1 രൂപയ്ക്ക്. അപ്പൊ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 100 പൈസക്ക് എത്ര എണ്ണ വിൽക്കുന്നത്? 4 എണ്ണം ഉള്ളൂ. അപ്പോ ഒന്നിന്റെ വില എന്തായിരിക്കും? 25 പൈസ അല്ലെ. 100 ഡിവൈഡ് ബൈ 4 എത്ര? 25 പൈസ ആയിരിക്കും എന്താ വിറ്റ വില. അപ്പൊ ഒന്നിന്റെ വില കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അതായത് വാങ്ങിച്ച വില 1 രൂപയ്ക്ക് 5 എണ്ണം, അതായത് 100 പൈസക്ക് 5 എണ്ണം ആണെങ്കിൽ ഒന്നിന്റെ വില എന്തായിരിക്കും? 20 പൈസ. വിറ്റത് 100 പൈസക്ക്, അതായത് 1 രൂപയ്ക്ക് 4 എണ്ണമാണ് വിൽക്കുന്നത്. അപ്പൊ വിറ്റ വില എത്രയാണ്? 25 പൈസ. അപ്പോ 20 പൈസയാണ് കോസ്റ്റ് പ്രൈസ്. ഒന്നിന്റെ വിറ്റ വില എത്രയാണ്? 25. അപ്പൊ ലാഭമാണ് അല്ലെ, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് 25 പൈസയാണ്. സോറി, 5 പൈസയാണ് ഒന്നിന്റെ കേട്ടോ. എത്രയാണ് പ്രോഫിറ്റ്? 5 പൈസയാണ്. അപ്പൊ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാണാനുള്ള ഫോർമുല എന്താ? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? ഇവിടെ 5 അല്ലേ. 5 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 20 ഇൻറ്റു 100. 20 100ൽ 5 തവണ പോകും. 5 × 5 25% ആണ് ലാഭം. 25%. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പൊ ഒന്നിന്റെ വില കാണാം, ഒന്നിന്റെ കോസ്റ്റ് പ്രൈസും അതേ ഒന്നിന്റെ വിറ്റ വിലയും സെല്ലിംഗ് പ്രൈസും കാണാം. എന്നിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഉപയോഗിക്കാം, ലോസ് ആണെങ്കിൽ ലോസിന്റെ പെർസെന്റേജ് ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് കാണാം. അപ്പൊ 25% ആണ് ഇവിടെ പ്രോഫിറ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. The product of two numbers is 180 and their HCF is 6. What is their LCM? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നമ്പേഴ്സ് തരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? N1 × N2 ഈക്വൽ ടു എന്താണ്? LCM × HCF. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ല, LCM തന്നിട്ടുണ്ടായിരുന്നു, HCF തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ N1 × N2 ചെയ്ത് കിട്ടുന്ന വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 180.
ഈക്വൽ ടു എൽസിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF എത്രയാണ്? 6. സോ എൽസിയം ഇൻറ്റു HCF വന്നിട്ട് എത്രയാണ്? 6. സോ എൽസിയം എന്തായിരിക്കും? 6 താഴോട്ട് പോകും. 180/6 അതായിരിക്കും എന്താ എൽസിയം. 6 പതിനെട്ടിൽ 3 തവണ 0 ബാക്കിയുണ്ട്. സോ എൽസിയം എത്രയായിരിക്കും? 30. എത്രയായിരിക്കും? 30. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് നമ്പറിൽ ഒരു നമ്പർ തന്നില്ല, എന്നിട്ട് LCM തന്നു, HCF തന്നു, എന്നിട്ട് ആ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പറിന്റെയും പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 180 എന്നുള്ളത്. ഓക്കെ, സോ N1 ഇൻറ്റു N2ന്റെ അവിടെ എന്ത് ചെയ്യുക? മൊത്തം N1 ഇൻറ്റു N2 ആണ് 180. LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF വന്നിട്ട് എത്രയാണ്? 6. സോ ഉത്തരം നമുക്ക് 30. ഇനി അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ ട്രാവൽസ് 240 കിലോമീറ്റർ ഇൻ 4 hours. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഓക്കെ, സ്പീഡിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിലുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് എത്രയാണ്? 140 കിലോമീറ്റർ ആണ്. മണിക്കൂർ എത്രയാണ്? 4. സോ സ്പീഡ് എത്രയായിരിക്കും? 4 24 6 തവണ പോകും. സോ 60 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം വരിക. ഇനിയിപ്പോ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിക്കാതെ മീറ്റർ പെർ സെക്കൻഡിൽ പറയും. എന്താണ്? ഇത്ര മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം എന്ന് പറയും. അപ്പോ കിലോമീറ്റർ പെർ അവർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം ഉണ്ടെങ്കിൽ ഇൻറ്റു 5/18 ചെയ്യും. അപ്പൊ 60 ഇൻറ്റു നമുക്ക് ഉത്തരമൊക്കെ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇൻറ്റു 60 ഇൻറ്റു 5/18 ചെയ്യണമായിരുന്നു. ഇനി അഥവാ മീറ്റർ പെർ സെക്കൻഡിന് നിങ്ങൾക്ക് തിരിച്ച് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 18/5 ചെയ്താൽ മതി. ഇത് നോട്ട് ചെയ്ത് വെച്ചെടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചുരുങ്ങിയിട്ട് കിലോമീറ്റർ പെർ അവർ എന്നിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ പറയാം. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനും പറയാം. ഇപ്പൊ വലിയ യൂണിറ്റിലേക്ക് ആക്കണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 18/5. ചെറിയ യൂണിറ്റിലേക്ക് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 5/18. ഓക്കെ, സോ ഇതിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് ആയിട്ട് സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 50. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്തു അല്ലെ. അതേപോലെ തന്നെ ഓപ്ഷൻ തന്നെ ഈവൻ നമ്പേഴ്സ് ആണ്. എന്താ? ആദ്യം 1 മുതൽ 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം എത്ര എന്നാണ് ചോദ്യം. ഈവൻ നമ്പേഴ്സിന്റെ ഫോർമുല സം ഓഫ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ n ഇൻറ്റു n+1 ആണ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റേതെന്താ? n ഇൻറ്റു n+1/2 ഉണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? n ഇൻറ്റു n+, അത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. 36ാമത്തെ ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പേഴ്സ്, വെറും നാച്ചുറൽ നമ്പേഴ്സ്. ഇതിലെന്താ പറയുന്നത്? ഈവൻ നമ്പേഴ്സ് എന്നാ പറയുന്നത് അല്ലെ. ഇതില് ഈവൻ നമ്പേഴ്സ് ആണ്. എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നാണ് കേട്ടോ. n എന്ന് പറഞ്ഞാൽ നമ്പർ എത്ര എണ്ണം ഉണ്ടാവും. 1 മുതൽ 50 വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഇത്രയാണ്. പകുതി ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും, പകുതി എന്താണ് ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ 50 വരെയുള്ളതിന് എന്തായിരിക്കും? 25 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. സോ എന്നിന്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? 25 ആണ് കൊടുക്കുന്നത്. കാരണം 1 മുതൽ 50 വരെ ഉള്ള നമ്പേഴ്സിൽ പകുതി ഈവൻ നമ്പേഴ്സും പകുതി ഓഡ് നമ്പേഴ്സും ആയിരിക്കും അല്ലെ. 25 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും, 25 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. സോ എന്നിന്റെ അവിടെ എന്താ കൊടുക്കുക? 25 കൊടുക്കുക. 25 ഇൻറ്റു 25+1, 25 ഇൻറ്റു 26. 25 ഇൻറ്റു 25, 25ന്റെ സ്ക്വയർ നമുക്കറിയാം 625 ആണ് വരിക അല്ലെ. അപ്പൊ 25 ഇൻറ്റു 26 പറയുമ്പോൾ ഒരു 25 കൂടി കൊടുക്കും. 625+25 എത്രയായിരിക്കും ഉത്തരം? 600. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡ് മാസ് റൂളാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 80 മൈനസ് 5 + 35 ഡിവൈഡഡ് ബൈ 4+1 സ്ക്വയർ ബ്രാക്കറ്റ് -5² -10. ഇതിൽ ആദ്യം ഈ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. ബ്രാക്കറ്റ് ചെയ്യുന്നത് ആദ്യം ഏതാണ്? സ്ക്വയർ ബ്രാക്കറ്റിലെ ഉള്ളിലുള്ള ബ്രാക്കറ്റ്. 4+1 എത്രയായിരിക്കും? 5. സോ 80 മൈനസ് 5 + 35 ഡിവൈഡഡ് ബൈ 5 -5² -10. ഇനി അടുത്ത ബ്രാക്കറ്റ് ഏതാണ്? സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ പോകുന്ന സമയത്ത് അതിൽ പ്ലസും മൈനസും ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 35 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 7 ആണ് കേട്ടോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ 80 മൈനസ് 5 ഇൻറ്റു ഡിവിഷൻ ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരിക? 7 അല്ലെ. 35 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 7 -5² വേണമെങ്കിൽ 25 എന്ന് എഴുതിക്കോളൂ -10. സോ 80 മൈനസ് ഇനി ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 5 ഇൻറ്റു 7 എത്ര? 35 -25 -10.
ഇനി എല്ലാം മൈനസ് ആണ്. ഇനി പ്ലസും മൈനസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാം. സോ ഇതില് 80 മൈനസ് 35 45 വരും. 45 മൈനസ് 25 എത്ര 20 വരും. 20 മൈനസ് 10 എത്രയായിരിക്കും ആൻസർ? 10. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ബോർഡ് മാസ് എന്തായാലും എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറെ എണ്ണം സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സ്പെൻസ് ₹40 per day on food and ₹60 per day on lodging. If he stays for 30 days, how much will he spend in total? ഒരാള് ഫുഡിന് എത്ര രൂപ ചെലവാക്കുന്നു? എ മാൻ സ്പെൻസ് ₹40 per day on food അല്ലെ, ഫുഡിന് 40 രൂപയും ലോഡ്ജിങ്ങിന് താമസത്തിന് എത്രയാണ് 60 രൂപയും സ്പെൻഡ് ചെയ്യുന്നു. എന്തായി? മൊത്തം ഒരു ദിവസം അയാൾ എത്ര സ്പെൻഡ് ചെയ്യും? 40 രൂപ ഫുഡിനും 60 രൂപ താമസത്തിനും. എത്രയായി? ഒരു ദിവസം അയാൾ 100 രൂപ സ്പെൻഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഹി സ്റ്റേസ് ഫോർ 30 ഡേയ്സ്, 30 ദിവസത്തിന് എത്രയാവുന്നതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഒരു ദിവസത്തേക്ക് 100 രൂപ അല്ലെ, ഭക്ഷണത്തിന് 40, എന്താണ് താമസം 60, 100 രൂപ. 30 ദിവസത്തേക്ക് എത്രയായിരിക്കും? 100 × 30, 100 × 30 എത്രയായിരിക്കും? 3000. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻസർ 3000 ആണ്. ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ, സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഈ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 ഇങ്ങനെ അല്ലെ. ഇതില് 2 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, ഒന്നൊരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. ഒന്ന് നമ്മൾ പ്രൈം നമ്പർ ആയിട്ടും കോമ്പോസിറ്റ് നമ്പർ ആയിട്ടും പറയില്ല. 4 ആണ് ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ, 5 പിന്നെ ഒരു പ്രൈം നമ്പർ ആണ്, 6 പിന്നെ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, 7 ഒരു പ്രൈം നമ്പർ ആണ്, 8 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അങ്ങനെ പോകും. ഇതിൽ എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ്? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഏത് നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വിട്ടേക്കും, ഒന്ന് സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2-ന് 2 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രൈം നമ്പർ ആണ്. 3-ന് 3 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രൈം. പക്ഷെ 4-നെയോ, 4-ന് നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ അതൊരു പ്രൈം അല്ല, എന്താണ് കോമ്പോസിറ്റ് നമ്പർ. അതേപോലെ നമുക്ക് 6 നോക്കൂ. 6-ന് നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ചും ഡിവൈഡ് ചെയ്യാം, 3 വെച്ചും ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 6 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഒരു നമ്പറെ വേറെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പ്രൈം നമ്പറും, ഒരു നമ്പർ വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? കോമ്പോസിറ്റ് നമ്പർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4 ആണ് അല്ലെ. 1 സ്പെഷ്യൽ കേസ് ആണ്, അത് എടുക്കരുത്. 2 എന്താണ്? പ്രൈം നമ്പർ ആണ്. 3 പ്രൈം നമ്പർ ആണ്. 4 പ്രൈം നമ്പർ അല്ല. 4 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ. ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The diagonal of a rhombus are 8 cm and 10 cm. What is the area of the rhombus? റോംബസിന്റെ ഫോർമുല നമ്മൾ 4 സൈഡും സെയിം ആയിരിക്കും. ഒരു ഡയഗണൽ D1 ഒരു ഡയഗണൽ D2 ആണ് എന്നുണ്ടെങ്കിൽ റോംബസ് എന്ന് പറയുന്നത് ഡയമണ്ട് ഷേപ്പ് ആണ് കേട്ടോ. അതായത് കൈറ്റ് എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ഇത് 4 സൈഡും സെയിം ആണെങ്കിലും ആംഗിൾസ് ഒന്നും 90 ഡിഗ്രി ആയിരിക്കില്ല. എല്ലാ ആംഗിളും 90 ആണെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് മാറുമായിട്ട്. ഓക്കെ, ഇതിന്റെ ഏരിയന്റെ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. 2 ഡയഗണൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് 8ഉം ഒന്ന് 10ഉം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 10. 2 8 4 തവണ പോകും. 4 ഇൻറ്റു 10 എത്രയായിരിക്കും? 40 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48ാമത്തെ. A person sells a bicycle for 1800 at a profit of 20%. What is the cost price? ഒരാൾ വിൽക്കുന്നു 1800 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിൽക്കുന്നു. പ്രോഫിറ്റ് എത്രയാണ്? 20% ആണ്. ഓക്കെ, അതായത് അയാൾ വിറ്റ വില തന്നിട്ടുണ്ട് 1800. ഈ 1800 20% ലാഭത്തോടു കൂടിയാണ് വിൽക്കുന്നത്. അതാണ് 20% ലാഭത്തോടു കൂടിയാണ് വിൽക്കുന്നത്. അപ്പൊ 1800 ലാഭമല്ല, ലാഭവും വിറ്റ വിലയാണ് 1800. ശരി, അപ്പോ നമ്മുടെ കോസ്റ്റ് പ്രൈസ് നമ്മൾ അതിന്റെ ഒറിജിനൽ വില 100% കണക്കാക്കുകയാണെങ്കിൽ വിറ്റ ശതമാനം, ഒറിജിനൽ വില 100% ആണെങ്കിൽ വിറ്റ വില 20% ലാഭത്തോടു കൂടി എത്രയായിരിക്കും? 120%-നായിരിക്കും അയാൾ വിറ്റുണ്ടാവുക. എന്നാലേ ലാഭം ഉണ്ടാവുള്ളൂ അല്ലെ. 20% ലാഭം വരണമെങ്കിൽ 100 രൂപയുടെ സാധനം 120 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ 100% ഉള്ള ഒരു സാധനം 120% വിറ്റാലേ നമുക്ക് എന്താവുള്ളൂ? 20% ലാഭം കിട്ടുള്ളൂ. അപ്പൊ 1800, ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സംഖ്യ 1800 അത് എത്ര ശതമാനമായിരിക്കും? 120% ഓക്കെ, 1800 120%. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ്? ഈ കോസ്റ്റ് പ്രൈസ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1800 120%ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? 1800 ഡിവൈഡഡ് ബൈ
120. ഒരു സംഖ്യ എത്ര ശതമാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സംഖ്യ ഡിവൈഡ് ബൈ അതിന്റെ ശതമാനം ചെയ്യും. ഇൻറ്റു എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസിലെ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ ശതമാനം എത്രയാണ്? 100 ആണ്. സോ 100% കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കാം. 12 180 15 തവണ പോവും. 15 × 100 1500 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If 5x plus 12 equal to 7x, what is the value of x? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5x plus 12 equal to 7x. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ എക്സ് ഒക്കെ അല്ലെങ്കിൽ എന്താ വേരിയബിൾസ് ഒക്കെ ഒരു സൈഡ് കൊണ്ടുപോകാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 5x നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്പർ ലെഫ്റ്റ് സൈഡ് ഇരിക്കട്ടെ. 12 equal to 7x minus 5x അല്ലെ? എക്സ് എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. സോ 12 equal to എന്തായിരിക്കും? 7 5 പോയ 2, അപ്പൊ 2x. ഇനി എന്താ 2 ഇങ്ങോട്ട് താഴോട്ട് വരും. അപ്പൊ നമുക്ക് എക്സ് മാത്രമായിട്ട് കിട്ടും കേട്ടോ. എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 12 2 താഴോട്ട് പോകുന്നു. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 6. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 180 ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 10%, വാട്ട് ഇസ് ദ സെല്ലിംഗ് പ്രൈസ്? എളുപ്പമാണല്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഒരു ബുക്കിന്റെ പ്രൈസ് വന്നിട്ട് എത്രയാണ്? 180. ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്നാണ് ചോദ്യം. നമുക്കറിയാം 180ന്റെ 10% 18 ആണ് അല്ലെ? 180 ഡിവൈഡ് ബൈ 10 നമുക്ക് 18. അപ്പൊ 10% കുറച്ച് ബുക്കാണ്, ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ 180 18 മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഉത്തരം എന്തായിരിക്കും? 162 അല്ലെ? ഇത്ര മാത്രം ചെയ്താൽ മതി. കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാം. ആക്ച്വലി എന്താണ് ഒരു ബുക്കിന്റെ വില എത്രയാണ്? 180. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇത് എത്ര ശതമാനമാണ്? 100%. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ എത്ര ശതമാനത്തിനായിരിക്കും വിറ്റുണ്ടാവുക? 90%-ആയിരിക്കും വിറ്റിട്ടുണ്ടാവുക അല്ലെ? 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 90%-ആയിരിക്കും വിറ്റുണ്ടാവുക. അപ്പൊ ഈ 180 തന്നിരിക്കുന്ന സംഖ്യ ശരിക്കും എത്ര ശതമാനമാണ്? 100%. അപ്പൊ നമ്മൾ 180/100 ആയിരുന്നു. വിറ്റ വില എന്താണ്? വിറ്റ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വിറ്റ ശതമാനം ആലോചിക്കുക. 10% നഷ്ടത്തിലാണെങ്കിൽ 10% അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിറ്റ വിലയായത് കാരണം വിറ്റ ശതമാനം 90 ആണ്. അപ്പൊ 90%-ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 90 കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 0 കട്ട് ചെയ്യുന്നു. 0 18 × 9 എത്രയാണ്? 162 ആയിരിക്കും ഉത്തരം വരിക. ഇതല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആലോചിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? 10% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ 180ന്റെ 10% കുറയ്ക്കുക. 180ന്റെ 10% പറഞ്ഞാൽ 18 ആയിരിക്കും. അപ്പൊ 180 നിന്നും 18 കുറച്ച് കഴിഞ്ഞാൽ 162 വരും. സോ ഇതോടുകൂടി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ആവുകയാണ്. ഇനിയിപ്പോ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അത് നമുക്ക് ഡിസ്കഷനിൽ കാണാം കേട്ടോ. താങ്ക്സ്.